ഈ വരുന്ന നീറ്റ് എക്സാമിന് ടോപ്പർ ആവാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് ലാസ്റ്റ് 4 മന്ത് അവോയ്ഡ് ചെയ്യുന്ന 5 തിങ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയുടെ ഹെഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ വീഡിയോ എനിക്ക് പറ്റിയൊരു വീഡിയോ ആണോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണോ? കാരണം ഇതിൽ ടോപ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ ടോപ്പറിൽ ഉൾപ്പെടും എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇനിയുള്ള സമയം നിങ്ങൾ ടോപ്പർ ആവാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെട്ടതാണ് ഈ വീഡിയോ. പ്രൊവൈഡഡ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് തിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഓൾസോ വാട്സപ്പ് നമുക്കറിയാം ഒരു സോഷ്യൽ മീഡിയയാണ്. അതിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്ന ഗ്രൂപ്പുകൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കി ഫ്രണ്ട്ഷിപ്പ്, ഫാമിലിയിലെ ഗ്രൂപ്പൊക്കെ ഒന്നെങ്കിൽ പുതിയൊരു വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയ വാട്സാപ്പ് നമ്പർ തന്നെ ലിമിറ്റഡ് ആയിട്ട് ഗ്രൂപ്പ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടോ മാത്രം യൂസ് ചെയ്യുക. ഒന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടത്, കംപ്ലീറ്റ് ഐസൊലേഷനിലേക്ക് നിങ്ങൾ പോകാണ്ടിരിക്കുക. കാരണം കംപ്ലീറ്റ് ഐസൊലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിപ്രസ്ഡ് ആവാനൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് യൂട്യൂബ്, ലിമിറ്റഡ് വേർഷൻ ഓഫ് യൂട്യൂബ് ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ്, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു സെക്കൻഡ് തിങ് എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡൗട്ട് സെർച്ചിങ്ങിന് പിന്നാലെ പോയിരിക്കില്ല എന്നതാണ്. കാരണം ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുക, ഒരു ഡൗട്ട്സിനെ കുറിച്ച് ഗൂഗിളിൽ കണ്ടിന്യൂസ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള. സോ പുതിയ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം വേണ്ടി വരില്ല. കാരണം ഓൾറെഡി ഉള്ള 5 മന്ത്സിൽ വേണ്ട ഇൻസ്ട്രക്ഷനും വേണ്ട കണ്ടന്റുകളും നിങ്ങൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അത് റിവൈസ് ചെയ്യുക, അത് പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഒരു ടോപ്പറിൻ്റെ ആ സമയത്തുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക. സോ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും വീഡിയോസിൻ്റെ പിന്നാലെ നിങ്ങൾ പോവില്ല എന്നുള്ളതാണ് സെക്കൻഡ് തിങ് ടോപ്പർ ചെയ്യുന്ന കാര്യം. തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ഫിയർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ്. കാരണം എക്സാമിൻ്റെ തലേ ദിവസം വരെ ഏതൊരു ടോപ്പറിന് ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഭയങ്കരമായിട്ട് കിട്ടൂലേ എന്നുള്ള ഒരു പേടിയിലിരിക്കുക എന്നുള്ളത്. സോ ഈ ഒരു പേടി എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് വരെ നമുക്കുണ്ടായിരിക്കും. പക്ഷേ ഈ ടോപ്പർ മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇതിന് വേണ്ടി എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യില്ല. അതായത് എനിക്ക് കിട്ടൂലേ എന്നുള്ളത് ആലോചിച്ചിരുന്ന് സമയം നഷ്ടപ്പെടുത്തൂല എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഈ ഫിയർ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതല്ല, ഉണ്ടായ ഈ ഫിയറിൻ്റെ പിന്നാലെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് ടോപ്പർ ചെയ്യുന്ന മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ആൻഡ് ഫോർത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നെഗറ്റീവ് ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങളത് ഫ്രണ്ട്ഷിപ്പ് ആവാം, ചിലപ്പോൾ എക്സാമിന് കിട്ടൂലേ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടൂല എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കാം. അവരുള്ള താൽക്കാലിക കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്കൊരു റിലേറ്റീവ് ആവാം, നെഗറ്റീവ് കണക്ഷൻസോ നെഗറ്റീവ് എനർജിയോ തരുന്ന റിലേറ്റീവ് ആവാം. ചിലപ്പം ചില അധ്യാപകരാവാം, ചിലപ്പം നമുക്ക് പുറത്തുനിന്ന് കണക്ഷൻസ് ഉള്ള ആരും ആവാം. അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി തരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കില്ല, നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ പോസിറ്റിവിറ്റിയിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതുമായിട്ട് കണക്റ്റഡ് തന്നെ എൻ്റെ 5th പോയിന്റ് വരുന്നത്. 5th പോയിന്റ് 5th ആയതുകൊണ്ടല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റിന് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് 5th പോയിന്റ്. പോസിറ്റീവായിട്ട് കണക്റ്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ അവോയ്ഡ് ചെയ്യേണ്ട തിങ് ആണെങ്കിൽ പോലും അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് 5th പോയിന്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളായിട്ട് പറഞ്ഞത്. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, ചിലപ്പം പാരൻസ് ആയിട്ടൊക്കെ ഈ സമയത്തേക്ക് നമുക്ക് പഠിക്കുന്നതിൻ്റെ ഡിസ്ട്രാക്ഷൻസ് കാരണം അവരായിട്ട് ഉടക്കിയിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ അധ്യാപകരായിരിക്കും, ചിലപ്പോൾ നമ്മളെ മെൻറ്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ, നമ്മൾ ഈ 5th പോയിന്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗാന്ധിയൻ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു കാരണം ഈ സമയത്ത് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ മുഖം കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ ചെറിയ ഡിസ്ട്രാക്ഷൻസ് അവരെ പഠനത്തിനെ വല്ലാണ്ട് താളം തെറ്റിച്ചിരിക്കുന്നത്. സോ 5th പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് കണക്ഷൻസ് അല്ല, എക്സാക്റ്റ്ലി നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം. നിങ്ങളെ സ്പെസിഫിക്കലി ഡിസ്ട്രാക്ഷൻ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനുള്ള റെസ്പോൺസ് നിങ്ങൾ കുറയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലുള്ള നിങ്ങൾക്ക് വരുന്ന ഡയറക്റ്റ് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ അവോയ്ഡഡ് ആയിരിക്കും. അതിന് പോസിറ്റീവ് റെസ്പോൺസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇൻക്ലൂഡിങ് നിങ്ങളെ പാരൻസ് ആയിട്ടും നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള അധ്യാപകരോ ഫ്രണ്ട്സ് ആയിട്ടുള്ളൊക്കെ ഒരു പോസിറ്റീവ് കണക്ഷൻസ്, നല്ല രൂപത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരിക്കും. ഒരു എന്താ പറയുക, ഒരു വിരോധം വെച്ചുകൊണ്ടുള്ള പെരുമാറ്റങ്ങളോ ദേഷ്യമോ ഒക്കെ നിങ്ങൾ ഈ സമയത്ത് മാക്സിമം അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ് ഒരു 5th പോയിന്റ് ആയിട്ട് ഒരു ടോപ്പറിൻ്റെ ആറ്റിറ്റ്യൂഡായി പറയുന്നത്. സോ ഈ 5 കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ടോപ്പർ ആവും. ടോപ്പർ അയക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി ഈ 5 കാര്യങ്ങൾ ഫോളോ ചെയ്തു പോകും.
മാത്രമല്ല നിങ്ങളൊരു ടോപ്പർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ട് അറിയിക്കുക. ബാക്കിയുള്ള സ്റ്റുഡൻസിന് അത് ഹെൽപ്ഫുൾ ആവും. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.